എല്ലാവരും പയിച്ചിട്ട് നടന്നിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. ഇത് അമ്മന്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഭയങ്കര തിരക്കാണ്. ഞാൻ ജീൻസ് ആണ് ഇട്ടിരിക്കുകയാണ്. അമ്മ ടോപ്പ്, ബാബ ടോപ്പ്. ഇവിടെ സ്മോൾ സ്മോൾ പറയാ അമ്പലം. ഇവളിന്ന് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ആക്കിനി ഗൈസ്. ഓള് ചെറിയ കുട്ടിയെ എങ്ങനെ ചീലൈന ഗൈസ് എല്ലാരും. ബാ 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 ഇപ്പറോ ബാ ഇടുണ്ടല്ലോ. അതെ അമ്പലത്തിൽ പോണം. എന്റെ ഹെയർ സ്റ്റൈൽ കാണിക്കുന്നത്. ഹായ് കുമാര്. ഇവിടെ എന്തൊരു കഷ്ടമാണ്, ഫുഡ് കിട്ടാൻ ലേറ്റാണ്. ഈ ഹോട്ടലിന്റെ പേര് വെങ്കടേഷ് ഭവൻ. ഞങ്ങളുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇവർ മീൽസ്, വെജ് മീൽസ്. ഞങ്ങൾ മസാല ദോശ. ഇവർ വയറിനൊഴിച്ച് തിന്നിട്ടിരുന്നീനെ രണ്ടാളും. എന്റെ ബ്ലോഗിൽ ഇപ്പൊ എന്താ കാണുന്നില്ല എന്ന് സബ്സ്ക്രൈബർ പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ഹോട്ടലാണ് ഗൈസ് ഫുഡ് കഴിച്ച. നല്ല ഫുഡാണ്, നല്ല ഫുഡ്. വെങ്കടേഷ് ഭവൻ സസ്യാഹാരി. നല്ല ഫുഡാണ് ഗൈസ്. ഇപ്പൊ ബയറിനൊറച്ച് തിന്നിട്ട് ഞങ്ങൾ ബയറിനൊറച്ച് ഫുൾ ആക്കിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ മൈസൂരിലേക്ക് വന്നാൽ മാത്രം ഒരു പ്ലേസും ഞങ്ങൾ നോക്കിയിട്ടില്ല. ടൈം ഈസ് റൂമിൽ കണ്ടിട്ട് റെസ്റ്റ് എടുത്തിട്ട് വന്ന്. അപ്പൊ നോക്കാം. ഞാൻ ഈ ഫാസ്റ്റ് ഫുഡ് ഇല്ലേ മൊബൈലിൽ വീഡിയോയിൽ നോക്കിനി. ഹേമന്ത് ഫാസ്റ്റ് ഫുഡ്. റെഡി ആയിട്ടിരുന്നോ? ഞമ്മളിപ്പോ പയ്യനക്കാട് മ്യൂസിയമിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അതായത് മൈസൂരിൽ ഒരു 12-15 കിലോമീറ്റർ ദൂരത്തിലേ ഇതുള്ളത്. അപ്പോൾ ഞങ്ങൾ മൈസൂരിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഈ പ്ലേസിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഇത് അടുത്തിട്ട് ഒരു 2024 ആ സമയത്താണ് ലോഞ്ച് ആയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ കുറി മൈസൂരിലേക്ക് വന്നിട്ട് നമ്മൾക്ക് ഈ പ്ലേസ് നോക്കണം എന്നല്ലേ ഞങ്ങൾ വന്നത്. അപ്പോൾ വന്നിന് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളെല്ലാം നല്ല പാങ്ങുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ പിന്നെന്തെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ നമുക്ക് ഭയങ്കര ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് കാണുന്ന ഒരു പ്ലേസ്. അതായത് പയനക്കാട് മ്യൂസിയം. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. പൊടുന്നത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവായിട്ടുണ്ട്. നമ്മൾ വീട്ടുകാരെല്ലാം ഫസ്റ്റ് തന്നെ പോയില്ല. അത്ര നമുക്കില്ലെങ്കിൽ വണ്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ ഈ പ്ലേസിനോട് അത്ര ഇഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ഇഷ്ടമായി.
പിന്നെ എന്തെങ്കിൽ ഉള്ളിലേക്ക് വീഡിയോസ് അലൗഡ് ഉണ്ടോ നമുക്ക് അറിയില്ല. അലൗഡ് ഇല്ലെങ്കിൽ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അലൗഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഒരു വിൻറ്റേജ് ടൈപ്പ് ആയിട്ടുള്ള വെഹിക്കിൾസ് കാണാൻ പറ്റുന്ന ഗൈസ്. അത് ഫസ്റ്റ് ഷോയിലേക്ക് വെച്ചിട്ടുണ്ട് ഈ കാർ ഗൈസ്. മോഡൽ 1962 മോഡൽ. ഇവിടെ എൻട്രി ഫീസ് 75 rupees per person. ടിക്കറ്റ് പിടിച്ചോ. ഇത് ഇവിടുത്തെ സ്കെച്ച്. പക്ഷെ ആ പൈസ വരണമെങ്കിൽ ഇപ്പല്ല, എത്രയോ കൊല്ലം മാക്സിമം 100. സാധനമില്ല എനിക്ക് എന്ത് ഇതിൻ്റെ പേരെന്തോ അറിയല്ല. പേരെന്നറിയെങ്കിൽ ഇടുണ്ട്, പക്ഷേ ഇതിൻ്റെ കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ആക്കാനൊന്നും അറിയല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് വരും. ഓക്കെ. ഇത് കാണിച്ചില്ല സെറ്റപ്പ് CV രാമന്റെ ഫസ്റ്റത്തെ പ്രൊഡക്ഷൻ. അരെ വാ അപ്പൊ എന്നത്തിലുണ്ട് മാറി അത് നോക്കിയേ ചോന്നത് ഇത് നോക്കിയേ സൂപ്പർ
ആർക്ക് വേണമെങ്കിലും വന്നിട്ട് കാണാം. ഒരിക്കൽ നോക്കിയാൽ വീണ്ടും വരും. കാണാൻ നല്ല ഭംഗിയുള്ള വാഹനങ്ങളാണ്. ഇവിടെ പഴയ മോഡലായ വിൻറ്റേജ് ടൈപ്പുള്ള ചേത്ത അങ്ങനത്തെ വണ്ടിയെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് അറിയാല, നേരായിട്ട് അറിയാല ഏത് വണ്ടി അങ്ങനത്തെ. ഇനിയൊരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കന്നഡ ഇൻഡസ്ട്രീസിലെല്ലാം വിഷ്ണുവർദ്ധൻ ഓരോ വണ്ടിയോടെ ഉണ്ട്. ഞാൻ കാണിച്ചു. പണ്ടത്തെ മോഡൽ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ മരത്തിലുള്ള ഫുള്ള് മോഡൽസ്.
ആണ്. ഇത് തുളുനാട്ടിലെ ആയിട്ടുള്ള ഒരു ശക്തി. ഇതിനെ ഞങ്ങൾ പഞ്ചുർലി ദൈവം എന്ന് പറയും. ഇതിനെ ഒരു പ്രതീതിയെല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിനെ പട്ടിട്ട് കുടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കുറേ ദൈവമുണ്ട്. ഇത് ശിലാടി ദൈവ, ഇത് കാണ്ടുമ്പ, മൈസന്തായ, പഞ്ചുർലി, ഇത് ഭൈരവ. അങ്ങനെ ഇത് തുളുനാടിൻ്റെ പ്രദർശന കലയിൽ കുറേ ഒരു സാധനം. നമ്മുടെ ഭാരത നാട്ടിലെ ദേശത്തിൽ തന്നെ അപ്പാക്കുന്ന സാധനം, അതായത് ഒത്തുശാലിಗೆ പിന്നെ കുറേ സാധനം ആക്കുന്നല്ല. അതിൻ്റെ എല്ലാം ഇത് ഇത് ഞങ്ങൾ കണ്ണടത്തിൻ്റെ ഭക്തത രചന പിന്നെ ഭക്തത രചന കണ്ണടത്തിൽ നമ്മളെ റൈറ്റ് കുറേ ഇതാക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയുന്ന സാധനം ഞാൻ വീട്ടിൽ അളവെടുക്കുന്നില്ല. അതിൻ്റെ ഇനി ചേരും ഇല്ലെങ്കിൽ പാവൊന്നും വിളിക്കും. ഇതെല്ലാം അതാണ്. അതിനാണ് മൺകൂട്ടുന്ന തക്കടി. ഇതെല്ലാം കറിയില്ലല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി. ആക്കുന്ന യന്ത്ര. ഇത് പണ്ടത്തെ കാലത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട യന്ത്ര. ഇത് ബെറച്ച് അങ്ങനെ ഒരു സാധനം. അതെന്തായാലും എനിക്കറിയാലോ, ടൈപ്പിങ്ങിനാണ്. എല്ലാം ഓരോരോ യന്ത്രം. ഇത് ടെലിഫോൺ പണ്ടത്തെ കാലത്തിൻ്റെ ക്യാൻഡൽ സ്റ്റിക്ക് ടെലിഫോൺ. ദൂരദർശകം എന്ന് പറയുന്നത് പണ്ടത്തെ ലാംപ്സ്. അതിനുള്ളിൽ തീരെങ്കിൽ വെളി പോകണം. ഇത് താലിയും അതിൻ്റെ സാധനം ഇതെല്ലാം കന്നഡ സംസ്കൃതിയിൽ മുഖ്യമായ ഒരു ഭാഗത്തിൽ താലിയും അത് അതിൻ്റെ എല്ലാം. അപ്പോൾ ഞങ്ങൾ കാർ മ്യൂസിയമിൻ്റെ എല്ലാം ഞങ്ങൾ പ്ലേസസ് ഓൾമോസ്റ്റ് കവറാക്കി. ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസസ് പോകുന്നതെന്ന് അറിയാല്ല, നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായി വരുന്നിടത്തോളം ടാറ്റ ബൈ ബൈ.